ഞാൻ ഈ വിഷയം വിനു ചോദ്യത്തിലൂടെ എവിടേക്കാണ് എത്തിക്കുന്നത് ആലോചിച്ച് ചിരിച്ചു പോയതാണ്. ഒന്ന്, ഇവിടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീമതി ലാലി വിൻസെൻ്റ് ഇതൊരു പുതിയ രീതിയാണെന്ന് പറഞ്ഞു. വിജിലൻസിൻ്റെ കേസുകളിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരുന്നത് പുതിയ രീതിയാണെന്ന് അവർ പറഞ്ഞു. അതുമാത്രമല്ലല്ലോ പുതിയ രീതി, വിജിലൻസ് ഇങ്ങനെ സ്വതന്ത്രമായി ഇടപെടുന്നതും ഒരു പുതിയ രീതി തന്നെയല്ലേ. വിജിലൻസ് ഇപ്പോൾ കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഹൈക്കോടതിയിലെ കാര്യമായിരിക്കും പറഞ്ഞു. പക്ഷെ എന്തായാലും ഈ പാമോലിൻ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ടായിട്ടുണ്ട്. ടൈറ്റാനിയം കേസിൽ ഇപ്പോൾ പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഉണ്ട്. മറ്റു പല കേസുകളിലും ഇപ്പോൾ ക്രിമിനൽ കേസുകളിലാണെങ്കിൽ ജിഷ കേസിലും നിഷാങ് കേസിലും ഒക്കെ സൗമ്യ കേസിലും ഒക്കെ പ്രത്യേക പ്രോസിക്യൂട്ടറെ നമ്മൾ കാണുകയാണ്. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ വിജിലൻസ് കേസിൽ അത് പുതിയ കാര്യമാണെന്നാണെന്ന് തോന്നുന്നു ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞത്. അങ്ങനെയാണോ ശ്രീമതി ലാലി വിൻസെന്റ്? ശ്രീ മുഹമ്മദ് റിയാസിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിൽ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഒരു പ്രോസിക്യൂട്ടറെ വെക്കേണ്ട ആവശ്യമില്ല. തുടരാം. അപ്പോൾ വിജിലൻസ് ഇങ്ങനെ ഇൻഡിപെൻഡൻ്റായി ഇടപെടുന്നത് തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഈ വിജിലൻസ് എന്ന സംവിധാനം മുമ്പും ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പൊട്ടിമുളച്ചതല്ല. കഴിഞ്ഞ സർക്കാർ, വിനു ഞാനൊന്ന് വിശദീകരിച്ച് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന് പകരം ഇടതുപക്ഷ സർക്കാർ വന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാന കാരണമാണല്ലോ അഴിമതി. അഴിമതി വിരുദ്ധ വികാരത്തിൻ്റെ ഒരു ഉൽപ്പന്നം കൂടിയാണല്ലോ ഈ സർക്കാർ. അപ്പം അഴിമതിക്കെതിരെ മുഖം നോക്കാതെ നിലപാടെടുക്കാൻ സാധിക്കുക, വിജിലൻസിൻ്റെ ക്രെഡിബിലിറ്റി വർദ്ധിപ്പിക്കുക, വിശ്വാസ്യത വർദ്ധിപ്പിക്കുക, സ്വതന്ത്ര സ്വഭാവം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലൂടെയാണ്. ഈ നയമാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിച്ചതുപോലെ സഖാവ് പിണറായി മുഖ്യമന്ത്രിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നത്. അത് ഈ ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ വിജിലൻസിൻ്റെ സ്വതന്ത്ര സ്വഭാവം നമ്മൾ കണ്ടു. സർക്കാർ ഇടപെടാതെ സ്വതന്ത്രമായി വിജിലൻസ് പോകുന്നു. ഇവിടെ അടുത്ത വിഷയം, പതിവിൽ നിന്നും വ്യത്യസ്തമായി വിജിലൻസിൻ്റെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്നുള്ള ആവശ്യമാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ഞാനല്ല. ഒന്ന്, ഞാൻ വിജിലൻസിൻ്റെ ഭാഗമായിട്ടുള്ള ആളല്ല, ഞാനല്ല ഉത്തരം പറയേണ്ടത്. എന്നാലും ഞാൻ പറയാം, ഒരു പൊതുവെ ഇതിനെക്കുറിച്ച് പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കുള്ള അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം. ഇത് വിജിലൻസിൻ്റെ സ്വതന്ത്ര സ്വഭാവത്തിൻ്റെ വിശ്വാസ്യത വർദ്ധിക്കുകയുള്ളൂ, ജനങ്ങൾക്കിടയിൽ മതിപ്പ് വർദ്ധിക്കുകയുള്ളൂ. കാരണം വിനു, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇത്തരം കേസുകൾ കോടതിയിൽ വരുന്നു. അങ്ങനെ കോടതിയിൽ വരുന്ന കേസിൻ്റെ നടത്തിപ്പ് ഇന്നത്തെ ഗവൺമെൻറ് പ്രോസിക്യൂട്ടർമാർ ആരും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എന്നാൽ ഇങ്ങനെ നടത്തിക്കുന്ന കേസിൻ്റെ ഭാഗമായി എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റ് കാര്യങ്ങളോ നിങ്ങൾ മാധ്യമങ്ങൾക്കുൾപ്പെടെ സമൂഹത്തിനും സംശയം തോന്നുന്ന രീതിയിലേക്ക് വരുന്നത് കൂടി ഒഴിവാക്കാൻ വിജിലൻസ് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കുന്നതിലൂടെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തി വിജിലൻസ് പോകുന്നു. സർക്കാർ ഒരു ഭാഗത്ത്, സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർമാർ ഒരു ഭാഗത്ത്, എന്നാൽ ഇപ്പുറത്ത് വിജിലൻസ് സ്വതന്ത്രമായി അന്വേഷിക്കുന്നു, വിജിലൻസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വരുന്നു, അങ്ങനെ കേസ് പോകുന്നു. ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ വിജിലൻസുകൾ അവിടെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും മറ്റ് സംസ്ഥാനങ്ങളിലെ വിജിലൻസിനും കൂടി മാതൃകയാക്കാം സാധിക്കുന്നൊരു രീതിയാണ്. എന്തായാലും ജനങ്ങൾക്കിടയിൽ അഴിമതിക്കെതിരെ കേവലം ചില സംസാരങ്ങൾ സൃഷ്ടിക്കുകയോ മാധ്യമങ്ങളിലൂടെ വാർത്ത സൃഷ്ടിക്കുകയോ മാത്രമല്ല, വിജിലൻസിനെ സ്വതന്ത്രമാക്കിക്കൊണ്ട് വിജിലൻസ് ഇടപെട്ടുകൊണ്ട് അവസാന അറ്റം വരെ ശിക്ഷ നൽകാൻ, ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ആക്ഷനായി ജനം കാണുന്നു. ജനം ഇത് വലിയ രീതിയിലേക്ക് സ്വീകരിക്കുന്ന ഒരു നിലപാടായി മാറാനാണ് സാധ്യത. ഈ നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ വിജിലൻസിന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം, വിജിലൻസ് ഡയറക്ടർക്ക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം. ശ്രീ റിയാസ് പറയുന്നത് പോലെയാണെങ്കിൽ അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് സ്റ്റേറ്റ് ഹാജരാകുന്ന, സാധാരണക്കാരന് വേണ്ടി, പൗരന് വേണ്ടി ഹാജരാകുന്ന മറ്റ് കേസുകളിൽ ഈ സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർമാർ മതി. അവരുടെ വിശ്വാസ്യതയോ അവരുടെ വിശ്വാസ്യതയുടെ ബോധ്യപ്പെടുത്തലോ ഒന്നും സാധാരണക്കാർക്ക് പ്രശ്നമല്ല. പക്ഷേ വിജിലൻസിൻ്റെ കാര്യത്തിൽ അത് നിർബന്ധമാണ്. അങ്ങനെയല്ലല്ലോ വിനു ഇതിനെ കാണേണ്ടത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഭാഗത്ത്, വിജിലൻസ് വേറെ ഭാഗത്ത്. ഗവൺമെൻറ് ഈസ് നോട്ട് ഇൻ്റർഫിയറിംഗ് ഇൻ ദി മാറ്റേഴ്സ് ഓഫ് ദി വിജിലൻസ്. വിജിലൻസിൻ്റെ വിഷയങ്ങളിൽ, വിജിലൻസിൻ്റെ ഇടപെടലുകളിൽ സർക്കാർ ഇടപെടുന്നില്ല, സർക്കാർ നിർദ്ദേശിക്കുന്നില്ല, സർക്കാർ ഇടപെടാതെ പോകുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. വിജിലൻസിലെ ഒരു ഉദ്യോഗസ്ഥന് സ്വതന്ത്രമായി നീതിപൂർവ്വം നിഷ്പക്ഷമായി ജോലി ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സർക്കാർ ഇടപെട്ടിരുന്നു, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇടപെട്ടിരുന്നു. എന്നാൽ ഇന്ന് വിജിലൻസിൻ്റെ നീതിപൂർവ്വം നിഷ്പക്ഷവുമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അതിന് സാധിക്കുന്നു. സർക്കാർ ഇടപെടുന്നില്ല.
രാഷ്ട്രീയ നേതൃത്വം ഇടപെടുന്നില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ എന്തുകൊണ്ട് വിജിലൻസിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടി വന്നുകൂടാ? സർക്കാർ കേസുകളിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വിശ്വാസ്യതയ്ക്ക് ഇത് കോട്ടം മാണിക്കെതിരായ കേസിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പുറത്ത് ഹാജരാവുന്നത് MK ദാമോദരനാണ്. അതുകൊണ്ടൊന്നല്ലല്ലോ വിനു. ഇപ്പൊ നിങ്ങൾ ഏഷ്യാനെറ്റിന് ഇന്നത്തെ ഫേസ്ബുക്കിന്റെ ഇത് തന്നെ നോക്കിയപ്പോൾ അതിൽ MK ദാമോദരന്റെ കാര്യമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് വിനു ഇത് മെയിൻ മാറ്ററിൽ അത് വന്ന എന്റെ ചോദ്യം, സർക്കാർ കേസുകളിൽ സർക്കാരിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന പ്രോസിക്യൂട്ടർമാരുടെ കഴിവുകേടിനെയോ അവരെ സംശയാസ്പദമായി കാണുന്നതിനെയോ ഭാഗമായിട്ടല്ല ഇത്തരത്തിലൊരു നിലപാട്, മറിച്ച് വിജിലൻസ് എന്ന ഇൻഡിപെൻഡന്റ് ബോഡിയുടെ ഇൻഡിപെൻഡൻസി, സ്വതന്ത്ര സ്വഭാവം നിലനിർത്താനാണ് ഇത് സഹായിക്കുക എന്ന് കുറെ കൂടി നല്ല വിശാലമായി പോസിറ്റീവായി ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ മറ്റുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച്. അതെ, ഞാൻ ചർച്ചയിൽ ഇടപെടുന്നില്ല. അവർക്ക് കുറേ കൂടി സൗകര്യമായിട്ട് വിശദീകരിക്കാൻ പറ്റും. ഒന്ന്, 2006 ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെൻറ് പ്രോസിക്യൂട്ടർമാരുടെ എണ്ണം എത്രയായിരുന്നു? 2011 ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അതിൻ്റെ എണ്ണം എത്രയായി? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര? 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള ഗവൺമെൻറ് പ്രോസിക്യൂട്ടർമാരുടെ എണ്ണവും 2016 ഗവൺമെൻറ് പ്രോസിക്യൂട്ടർമാരുടെ എണ്ണം എത്ര? ഇത് നോക്കുമ്പോൾ ഖജനാവിന് ലാഭമുണ്ടായ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പറയണം, പഴയ കാലത്തെ കോടതി പരാമർശവും അല്ല, അതൊന്നും അനാവശ്യമായി എണ്ണം വർദ്ധിപ്പിച്ചു പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. വിനു, ഈ രണ്ട് ഡൗട്ടിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ പേജ് മറിക്കുമ്പോൾ മുഴുവനായിട്ട് വായിച്ചതിന് ശേഷമാണല്ലോ മറിക്കുക. നേരത്തെ വിനു ഉപയോഗിച്ചൊരു പദമുണ്ട്, അത് കറക്റ്റ് പദമാണ്, ഹൈക്കോടതി മുമ്പ് ഉപയോഗിച്ചിരുന്നു. തീറ്റിപ്പോറ്റുന്നവർ. അത് ഏത് കാലത്താണ് ഉപയോഗിച്ചത്? ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്രയധികം പ്രോസിക്യൂട്ടർമാർ എന്ന് മുമ്പ് ചോദിച്ച സമയത്ത് അതിന് നൽകിയ മറുപടി കേസുകൾ സ്പീഡാക്കാനായിരുന്നു എന്നാണല്ലോ നിങ്ങൾ സർക്കാർ പറഞ്ഞത്. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരത്തുള്ള കൊച്ചി പോലീസ് സ്റ്റേഷനിലെ, എറണാകുളം പട്ടണത്തിലെ പോലീസ് സ്റ്റേഷനിലെ കേസുകളുടെ ഫയൽ പോലും ഇപ്പോൾ ഇവിടെ എത്തുന്നില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് 2014 2014 ഡിസംബർ മാസമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ കക്ഷിയുടെ ആരോപണമല്ല വിനു, GP-മാരല്ലാത്തവരാരുമില്ല എന്ന് ആരോപണമല്ല. ഇത് മാത്രമല്ല, നിയമനങ്ങളിലെ കോഴ വിഷയമായിരുന്നു. ഈ പണം വാങ്ങി നിയമിച്ചെന്ന ആരോപണം ഉണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ. എന്ന് മാത്രമല്ല, പല ആളുകളുടെ കപ്പാസിറ്റി കോടതി ശരിക്ക് കണ്ടിട്ടില്ലാത്തവർ പോലും ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞ വലിയ തുക വാങ്ങിക്കൊണ്ട് ഗവൺമെന്റ് പ്ലീഡർമാരായി ഇരുന്നിട്ടുണ്ട് ഇവിടെ. അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ വിനു ഉപയോഗിച്ച തീറ്റിപ്പോറ്റൽ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമല്ലോ, ജനതൊക്കെ കാണുന്നുണ്ടല്ലോ. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കട്ട് ഷോട്ട് ചെയ്തു അതിന്റെ നമ്പർ 2006 അതുകൊണ്ടാണ്. അതെ, 2016 നിയമനം 2-3 തവണ ആയിരുന്നതുകൊണ്ട് എനിക്ക് വ്യക്തതയില്ല എത്ര പേരുണ്ട് ഇപ്പോൾ. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനാണല്ലോ ഈ പോയിന്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് പറയാൻ നിങ്ങൾ അവസരം തരണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, തീർച്ചയായിട്ടും 2006 ഏകദേശം ഡബിളായി വർദ്ധിപ്പിച്ചു. ഖജനാവിന് വലിയ രീതിയിലേക്കുള്ള ബാധ്യത ഉണ്ടാക്കിയത് അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്ലീഡർമാരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നത്. അതിൻ്റെ എണ്ണം ഫുൾഫിൽ ആയിട്ടില്ല. എണ്ണം കൂടി നിങ്ങൾ പരിശോധിച്ചാൽ 2011 കോടതിയുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. ഇവിടെ 2006 2011 ഉമ്മൻചാണ്ടി സർക്കാർ എണ്ണം കൂട്ടിയത് കേരളത്തിലാകെ കോടതി വർദ്ധിച്ചു. അതുകൊണ്ടാണെന്നാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീമതി ലാലി വിൻസെന്റ് പറഞ്ഞത്. എന്നാൽ 2011 2016 കോടതി കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അന്നത്തെ ഹൈക്കോടതിയുടെ പരാമർശം കൂടി പറയുമ്പോൾ ബിനു ഉപയോഗിച്ച തീറ്റിപ്പോറ്റൽ പരാമർശം നന്നാവുക ഇവരുടെ കാലത്താണ് എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. പേജ് മടക്കിയാണ് MK ദാമോദരൻ. അതെ, 2016 എണ്ണം കൂടി. അതെ, നിങ്ങൾക്ക് 2016 പരിപൂർണമായ എണ്ണം നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറഞ്ഞത് എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നാളെ 2-3 പേര് കുറഞ്ഞോ അതിൽ അധികം കുറഞ്ഞോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2006 കണക്ക് പരിശോധിക്കുക, 2011 പരിശോധിക്കുക, 2016 പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തോളൂ. അപ്പൊ ജനം കാണട്ടെ. എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് അതിലുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഈ ചോദ്യം ഞാനിവിടെ MK ദാമോദരന് വേണ്ടിയോ
ശ്രീ MK ദാമോദരന് എതിരെ പറയാൻ വേണ്ടിയോ വന്നയാളല്ല. ഇവിടെ MK ദാമോദരനോ എക്സ് ഓർ വൈ ആര് എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ വിജിലൻസിന്റെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്താൻ വേണ്ടി സർക്കാരിന്റെ പ്രോസിക്യൂട്ടർമാർ കഴിവുള്ളവരായാലും അവർ സത്യസന്ധരായാലും വിജിലൻസ് വേറിട്ടാണെന്ന് കാണിക്കാൻ ഈ നിലപാട് ഗുണം ചെയ്യുമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. പിന്നെ സാങ്കല്പികമായ സാധിക്കാത്ത വിജിലൻസിന്റെ എല്ലാ കേസുകളിലും ശ്രീ റിയാസ്, വിജിലൻസിന്റെ എല്ലാ കേസുകളിലും ഈ നിഷ്പക്ഷത തെളിയിക്കാൻ വേണ്ടി ഗവൺമെന്റ് പ്ലീഡർമാരല്ല സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിരിക്കും ഹാജരാവുക. അതൊരു പുതിയ കീഴ്വഴക്കമായിരിക്കും. ഞാൻ വിജിലൻസിന്റെ ഭാഗമല്ല, വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനല്ല, വിജിലൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് വിജിലൻസ് ഓരോ കേസിലും എങ്ങനെയാ തീരുമാനിക്കുക, ആരെയാ നിശ്ചയിക്കുക എന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ വേണ്ടി സാധിക്കില്ല. തീർച്ചയായിട്ടും എനിക്ക് മാത്രമല്ല സംശയം, ജനങ്ങൾക്കും ഉണ്ടാവും. വിനുവിന്റെ ചില ചോദ്യങ്ങൾ ഈ കുന്തം മുഴുങ്ങി ഒരു പണിയെടുക്കാതെ നിൽക്കുന്ന പ്രോസിക്യൂട്ടർമാരുണ്ടെങ്കിൽ അവരുടെ ലിസ്റ്റ് ഒന്ന് തന്നാൽ DYFI പോലൊരു പ്രസ്ഥാനത്തിന് ജനങ്ങളുടെ നികുതി പണത്താൽ നിറഞ്ഞ ഖജനാവിൽ നിന്നും ശമ്പളം എണ്ണിക്കൊടുക്കുന്ന അവർക്കെതിരെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. അവരുടെ പേരുണ്ടെങ്കിൽ പറയണം. സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. ഒരു മാസം പോലും ഞാൻ പറഞ്ഞത് കുന്തം വിഴുങ്ങി നിന്നവരെ നാം കണ്ടിട്ടുണ്ടെന്നാണ്. കറക്റ്റ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇത് പൊതുവൽക്കരണമാവുന്നു. UDFന്റെ കാലത്ത് 5 കൊല്ലം ഈ കുന്തം ഒഴുങ്ങിയവരും ഇപ്പോൾ ഉള്ളവരൊക്കെ കുന്തം ഒഴുകുന്നവരാണ് തോന്നിപ്പോകുന്നത്. അങ്ങനെ പറയരുത്. പഴയ സർക്കാരിന്റെ കാലത്ത് കുന്തം ഒഴുകിയവരുണ്ടായിരുന്നു എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം. ഉദ്യോഗസ്ഥരായി പിണറായി വിജയൻ ആദ്യം തന്നെ കണ്ടെത്തി നിയോഗിച്ച ആ പേരിന് എന്തായാലും അദ്ദേഹം ഒരു കുഴപ്പവും ഇതുവരെ വരുത്തിയിട്ടുമില്ല. നിയോഗിച്ച ഉദ്യോഗസ്ഥര് പക്ഷേ കുന്തം വിഴുങ്ങാത്തവരെ വിശ്വാസമില്ല. ഇവിടെ കുന്തം വിഴുങ്ങിയോ വിഴുങ്ങിയില്ല എന്ന പദം ഉപയോഗിച്ച് വിജിലൻസ് ഡയറക്ടർ അല്ല. എന്റെ ചോദ്യം, സർക്കാർ ശമ്പളം വാങ്ങി പണിയെടുക്കാത്ത ആളുകളുടെ പേരുണ്ടെങ്കിൽ ലിസ്റ്റ് തന്നോ? DYFI പോലുള്ള സ്വതന്ത്ര യുവജന സംഘടന പ്രക്ഷോഭത്തിന് തയ്യാറാണ്. UDF സർക്കാരിന്റെ കാലത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ AG ഓഫീസിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തിയവരാണ്. ഒരു മാർച്ച് നടത്തണം. അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം, എന്തുകൊണ്ട് ഞങ്ങൾ നിയമിച്ച മിടുക്കരായ പ്ലീഡർമാരെ ഒഴിവാക്കി നിങ്ങളൊരു സ്പെഷ്യൽ പ്ലീഡറെ തേടുന്നുവെന്ന്. ഒരിക്കലും അല്ല വിനു, അത് കൂട്ടിക്കലർത്തരുത്. ഞാൻ വിനു പറഞ്ഞ പോയിന്റ് 5 കൊല്ലത്തെ അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് കേരളത്തെ എങ്ങനെ എത്തിച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ, അതിനെതിരെ പ്രക്ഷോഭം ചെയ്തൊരു മൂവ്മെന്റ് DYFI മൂവ്മെന്റ്. ഇപ്പോഴുള്ള വിഷയം വേറെ, അത് വേറെ. പറഞ്ഞ കാര്യത്തിലൂടെ മറുപടി പറയണം. കാരണം ഈ സർക്കാർ വന്ന ശേഷം മുഖ്യമന്ത്രി സ്വന്തം നിയമോപദേഷ്ടാവായി നിയോഗിച്ച ഈ രാഷ്ട്രീയ ചായ്വ് കൂടി പരിഗണിച്ചാണല്ലോ എല്ലാവരെയും പല പോസ്റ്റുകളിലും നിയമിക്കുന്നത്. നമുക്കറിയാം, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒക്കെ നിയമനമാണെങ്കിലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമനമാണെങ്കിലും ഒക്കെ സർക്കാരിൻ്റെ നയം പറയാൻ ബാധ്യസ്ഥരാണ്. മുൻ സർക്കാരിൻ്റെ കാലത്ത് അഡ്വക്കേറ്റ് ജനറലായിരുന്ന ആൾ ഈ സർക്കാർ വന്ന ശേഷം മുഖ്യമന്ത്രി സ്വന്തം നിയമോപദേഷ്ടാവായി നിയമിച്ച ആൾ എങ്ങനെയാണ് ഒരു അഴിമതി കേസിൽ, നിങ്ങൾ വെറുക്കുന്ന, നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണായുധമാക്കിയ ഒരു അഴിമതി കേസിൽ നിങ്ങളുടെ സർക്കാർ അന്വേഷിച്ച് പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടി ഹാജരാകുന്നു? ആ ധാർമ്മികമായ ചോദ്യത്തിന് കൂടി ഉത്തരം പറയണം. അതെ, അത് ധാർമ്മിക ചോദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മനിഷ്ഠമായ മനസ്സിലുള്ള പല കുറ്റബോധങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന. കാരണം പണ്ട് ലോട്ടറി മാഫിയക്കെതിരെ അവരുടെ ഒരു പ്രമുഖനായ നേതാവ് അഭിഭാഷകനായി ഹാജരായി. അത് കോൺഗ്രസിന്റെ നിലപാടും കോൺഗ്രസ് നേതാക്കന്മാർ കമ്മീഷൻ പറ്റിയതിനും കൂടി ഭാഗമായിട്ടായിരുന്നു. അത് കണ്ട് ആ അനുഭവത്തിൽ നിന്ന് എല്ലാം അങ്ങനെയാണെന്ന് കരുതി വന്ന ചോദ്യമാണ്. അതിന് ഞാൻ അങ്ങനെ. അപ്പോൾ മനു അഭിഷേക് സിംഗ്വി ഹാജരാകുമ്പോൾ അത് കൈക്കൂലിപ്പണം, MK ദാമോദരൻ KM മാണിക്ക് വേണ്ടി ഹാജരാകുമ്പോൾ അത് ഉദാത്തമായ അഭിഭാഷക പ്രവർത്തനമോ അധർമ്മമോ എന്തായാലും. ശ്രീ MC ആഷി നേരത്തെ പറഞ്ഞത് പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല. CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല. വിനു, MK ദാമോദരൻ ഈസ് നോട്ട് ഈക്വൽ ടു എ പൊളിറ്റിക്കൽ ലീഡർ. പക്ഷേ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായിരുന്നു. രാഷ്ട്രീയ നേതാവല്ലേ? ഞാനൊന്ന് പറയട്ടെ. പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവായിരുന്നു. രാഷ്ട്രീയ നേതാവായി അല്ല. വിനു ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം, ഇപ്പൊ ഞാനൊരു അഭിഭാഷകനാണ്, രാഷ്ട്രീയ നേതാവാണ്. ഞാൻ KM മാണിക്ക് വേണ്ടി ഹാജരാവുകയാണെങ്കിൽ മനു ഹാജരായതുപോലെയാണെന്ന് പറയാം. എന്നാൽ ശ്രീ MK ദാമോദരൻ ഒരു അഭിഭാഷകനായി അയാളുടെ ജോലി ചെയ്യുന്നു. അതുപോലെയല്ല മനു. അപ്പൊ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിലകൊണ്ടൊരു വ്യക്തി ലോട്ടറി മാഫിയക്ക് വേണ്ടി ഹാജരായിട്ട് ഒരു നടപടി എടുക്കാതെ പോകുന്നതും ഇതും ഒരുപോലെയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാൻ ശ്രമിക്കാം. പക്ഷെ ജനം അത് വിശ്വസിക്കില്ല. ജനം തിരിച്ചറിയും. CPIM ഒന്ന് ഗവൺമെന്റ് ലീഡർമാരുടെ എക്സ്പീരിയൻസ് ഒരു ക്രൈറ്റീരിയയാണ്. അത് വിനു ഒന്ന് ഓർക്കണം. രണ്ടാമത്തത്, വിനു നേരത്തെ ബ്രേക്കിന് പിരിഞ്ഞപ്പോഴും ഇപ്പോൾ ബ്രേക്കിന് പിരിഞ്ഞപ്പോഴും കുത്തിവെച്ചൊരു പോയിന്റ് ഉണ്ട്. അത്
നേതാക്കന്മാരൊക്കെ അഴിമതിയുടെ കാര്യത്തിൽ അവസാനം കോംപ്രമൈസ് ചെയ്യും. ഒന്നതാണ്. രണ്ട്, ഇപ്പോൾ പറഞ്ഞത് ഭരണകക്ഷിയിലെ നേതാക്കന്മാർക്കെതിരെ വിജിലൻസ് എൻക്വയറി വന്നാൽ ഇതേ നിലപാടായിരിക്കില്ല. ഇങ്ങനെ ഒരു ആംഗിളുള്ളൊരു ചോദ്യം. അതെ അതെ, തുടക്കം. യെസ്. അപ്പം അത് പറയാതെ പോകാൻ പറ്റില്ല. ഒന്ന്, അഴിമതിക്കെതിരാണ് ജനം. ഞാനെതിരാണ്, വിനു എതിരാണ്, ജനങ്ങളെതിരാണ്. രണ്ട്, അഴിമതി നടത്തുന്നവരെ പിടിക്കപ്പെടണം. നമ്മളെല്ലാവരും ഒരേ അഭിപ്രായം. മൂന്ന്, അതിന് വിജിലൻസിനെ സ്വതന്ത്രമാക്കണം. നമ്മളെല്ലാവരും ഒരേ അഭിപ്രായം. നാല്, വിജിലൻസിന്റെ തലപ്പത്ത് ചങ്കൂറ്റമുള്ള ആളെ ഇരുത്തണം. അതും നമ്മളെല്ലാവരും ഒരേ അഭിപ്രായം. വിജിലൻസിന്റെ ചങ്കൂറ്റമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇരുത്തിയത് ഏഷ്യാനെറ്റ് അല്ല, വിനു അല്ല, ഞാനല്ല, സർക്കാരാണ്. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയും ഇങ്ങനെ ഒരു വിജിലൻസ് സംവിധാനത്തെ മാറ്റി തീർക്കുമെങ്കിൽ സർക്കാരിനെ ഇതിന് തീരുമാനിച്ച് സർക്കാരിനെ നയിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ഭാവി എന്തായിരിക്കും, ഇങ്ങനെ വന്നാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ നാളെ എന്ത് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ, ഇതിൻ്റെ എല്ലാ വശവും മനസ്സിലാക്കി ചെയ്യുമ്പോൾ സർക്കാരിനൊരു വിഷൻ ഉണ്ട് എന്ന് ജനം തിരിച്ചറിയും. ആ വിഷൻ അഴിമതി വെച്ച് പൊറപ്പിക്കരുതെന്നാണ്. ആ വിഷൻ ജനം അംഗീകരിച്ചു. അതിന്റെ ഭാഗമാണ് വിജിലൻസിന്റെ ഇടപെടൽ. ജേക്കബ് തോമസിന് ഒരു സംശയം. ഈ മിഷനിൽ സർക്കാർ പീഡർമാർ, പ്രത്യേകിച്ച് എം കെ ദാമോദരൻ അഴിമതി കേസുകളിൽ നിങ്ങൾ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഹാജരാകുമ്പോൾ ഗവൺമെന്റ് പീഡർമാർ കവാത്ത് പറക്കുമോ എന്ന് വിജിലൻസ് ഡയറക്ടർക്ക് ഒരു സംശയം. ഈ മിഷനായാലും വിഷനായാലും രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇത് രണ്ടുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ചർച്ച പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് ആ വ്യക്തിയോട് താല്പര്യമോ പ്രത്യേകിച്ച് ആ വ്യക്തിയോട് ദേഷ്യമോ എനിക്കില്ല. ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ച് പോകുന്നതിന് പകരം ഇതൊരു വലിയ രീതിയിലേക്കുള്ള സർക്കാരിൻ്റെ ഒരു താല്പര്യത്തെ, സർക്കാരിൻ്റെ ഒരു ജനങ്ങളുടെ വികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലിനെ അതിനെ ചെറുതാക്കിക്കൊണ്ട് ഒരു വ്യക്തി ഓറിയന്റഡ് ആയിട്ട് ഡിസ്കഷനിലേക്ക് പോകുന്നത് പൊതുവെ സൊസൈറ്റിക്ക് നല്ലതല്ല ശ്രീ മുഹമ്മദ് റിയാസ്. പക്ഷേ